നമസ്കാരം, ഞാൻ വിപിൻ വിജയൻ അയർലൻഡിൽ നിന്നാണ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അയർലൻഡിലേക്ക് പ്രോസസ്സ് ചെയ്യുന്ന നഴ്സുമാർക്കും സ്പോർട്സ് വിസ ചെയ്യുന്നവർക്കും എല്ലാം ഉണ്ടാകുന്ന സംശയങ്ങൾക്ക് എന്നോട് എൻ്റെ വീഡിയോയുടെ താഴെ കമൻ്റായിട്ടോ എനിക്ക് ഇമെയിൽ മുഖേനയോ ചോദ്യം ചോദിക്കാം. അപ്പോൾ എനിക്കറിയാവുന്ന ഉത്തരങ്ങൾ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു Q&A സെഗ്മെൻറ്റ് ഞാൻ 2 ആഴ്ചകൾക്ക് മുമ്പ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ 2 വീഡിയോ നമ്മുടെ ചാനലിൽ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ട് നല്ല റെസ്പോൺസാണ് ലഭിക്കുന്നത്. അപ്പോൾ അതിലൊരുപാട് സന്തോഷം. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്കെല്ലാം അത് ഹെൽപ്ഫുൾ ആവുന്നുണ്ട്. എല്ലാവരും ഒരുപാട് പേര് അതിന് റിപ്ലൈ ചെയ്യുന്നുണ്ട്, താങ്ക് യു പറഞ്ഞിട്ട്. അപ്പോൾ അതിനെല്ലാം എനിക്ക് ഒരുപാട് നന്ദി. അപ്പോൾ തുടർന്നും ഇതുപോലുള്ള സപ്പോർട്ട് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ഇതുപോലുള്ള ഒരുപാട് ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പ്രചോദനമാകും. അപ്പോൾ ഇന്നത്തെ Q&A സെഗ്മെൻറ്റിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ആഴ്ചയിലെ ചോദ്യങ്ങളിലേക്ക് നമുക്ക് പോവാം. ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എല്ലാ ചോദ്യങ്ങളും എനിക്ക് ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ സാധിക്കാത്തത് കൊണ്ടാണ് ഞാൻ തുടരെ ഇടുന്ന വീഡിയോയിൽ എല്ലാവരുടെയും ചോദ്യങ്ങൾ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നത്. ഒരു വീഡിയോയിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയാൽ ആ വീഡിയോയുടെ ലെങ്ത്ത് കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അത്രയും ക്ഷമയോടുകൂടി കാണാൻ സാധിക്കില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒരുപാട് ചോദ്യങ്ങൾ ഉൾപ്പെടുത്താതെ 4-5 സെലക്റ്റീവായിട്ടുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തുന്നത്. പക്ഷേ എല്ലാവരുടെയും ചോദ്യങ്ങൾ ഉൾപ്പെടുത്താൻ വേണ്ടി ഞാൻ വരുന്ന വീഡിയോകളിൽ ശ്രദ്ധിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് സിലു ലിറ്റിൻ എന്ന് പറയുന്ന ഒരു ഐഡിയിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹായ്, എനിക്ക് DL കിട്ടി. ടോട്ടൽ 12.5 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ട്. 10 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഹോസ്പിറ്റലും 2.5 ഇയേഴ്സ് മെഡിക്കൽ സെൻറ്റർ ഇൻ ബഹ്റൈൻ. സോ HSE ഓർ പ്രൈവറ്റ് ജോബ് ആണോ ചാൻസസ്? ഓക്കെ, മോർ ദാൻ 2 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് HSE ഹോസ്പിറ്റലിലേക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും എക്സ്പീരിയൻസ്, 12.5 ഇയേഴ്സ് എക്സ്പീരിയൻസ് എന്നൊക്കെ പറയുന്നത് ബിഗ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അത്രയും വലിയൊരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നിങ്ങൾ ഒരിക്കലും HSE അല്ലാതെ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലേക്കോ അല്ലെങ്കിൽ നഴ്സിംഗ് ഹോംസിലേക്കോ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് സുഖമായിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു നല്ലൊരു ഏജൻസിയെ സമീപിച്ചാൽ നിങ്ങൾക്ക് സുഖമായിട്ട് HSEയിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് തന്നെ ലഭിക്കും. നിങ്ങൾ നല്ലൊരു ഏജൻറ്റിനെ കണ്ടുപിടിച്ച് നിങ്ങൾക്ക് ഏജൻസി മുഖാന്തരം ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് ഇത്ര എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് സുഖമായിട്ട് നിങ്ങൾക്ക് എന്തായാലും HSE ഹോസ്പിറ്റലിൽ തന്നെ സ്യൂട്ടായിട്ടിരിക്കുന്നത്. ഓക്കെ, സാലറിയിലുള്ള വ്യത്യാസങ്ങളും ബാക്കിയുള്ള ആനുകൂല്യങ്ങളും ലീവ് പേ, സിക്ക് പേ, അങ്ങനെ എല്ലാ കാര്യങ്ങളും HSEയിൽ കൂടുതലായതുകൊണ്ട് HSE തന്നെയാണ് ഞാനും നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. ഓക്കെ, രാഹുൽ നന്ദു എന്ന് പറയുന്ന ഒരാളാണ് ചോദിച്ചിരിക്കുന്നത്. ഹലോ ബ്രോ, ലിങ്ക് യൂസ് ചെയ്ത് വിസ അപ്ഡേഷൻ നോക്കിയപ്പോൾ വിസ അപ്രൂവ്ഡ് കാണിക്കുന്നുണ്ട്. സോ ഇനി എത്ര ഡേ കൊണ്ട് വിസ കയ്യിൽ കിട്ടും? സ്പോർട്സ് വിസ ആണ്, പ്ലീസ് റിപ്ലൈ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അറിയാം എല്ലാ വീക്കും നമ്മുടെ അയർലൻഡിലെ എംബസിയുടെ ന്യൂഡൽഹിയിൽ നിന്നുള്ള അപ്ഡേറ്റ് നമുക്ക് അവരുടെ വെബ്സൈറ്റിൽ കാണിക്കും. നിങ്ങൾ വിസ പ്രോസസ്സ് ബാംഗ്ലൂരോ കൊച്ചിയോ VFS ഓഫീസിൽ നമ്മുടെ ആപ്ലിക്കേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞതിന് ശേഷം 21 ഡേയ്സ് ആണ് അവർ പറയുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ സ്റ്റുഡൻറ്റ് ഇൻടേക്ക് തുടങ്ങിയിരിക്കുന്നത്, സെപ്റ്റംബറിലേക്ക് ഇൻടേക്ക് തുടങ്ങിയിരിക്കുന്നത് കൊണ്ട് ചില താമസങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അപ്രൂവ് ആയി എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് അത് റിവ്യൂസും അപ്രൂവ് ആയിട്ടുള്ളതിൻ്റെ ചെക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ടെങ്കിൽ വിത്തിൻ 3 to 4 ഡേയ്സിനുള്ളിൽ തന്നെ നിങ്ങൾക്ക്, ഇപ്പോൾ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വിസ കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിസ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് താഴെ ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. അടുത്തത് രതി 5281 എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. GNM നേഴ്സാണ്, 20 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രൈവറ്റ് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെ ഒന്ന് പറയുമോ ബ്രോ? ആക്ച്വലി 20 ഇയേഴ്സൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അവരെന്തുകൊണ്ടാണ് പ്രൈവറ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അയർലൻഡിൽ HSE ഹോസ്പിറ്റലിലേക്ക് കയറുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് പ്രൈവറ്റിലേക്ക് നോക്കുന്നതെന്ന് എനിക്കറിയില്ല. കാരണം എല്ലാ ബെനിഫിറ്റ്സും ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ്റെ കണ്ടിന്യൂഷനായിട്ട് പറയുന്നതാണ്. നിങ്ങൾക്ക് സുഖമായിട്ട് HSE ഹോസ്പിറ്റലിലേക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്താൽ സുഖമായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് പ്രൈവറ്റിൽ തന്നെ വർക്ക് ചെയ്യാനാണ് താല്പര്യമെങ്കിൽ നിങ്ങളെ സെലക്ട് ചെയ്യുന്ന ഏജൻറ്റ് ഏതാണോ, നിങ്ങൾ നല്ലൊരു ഏജൻസിയെ സെലക്ട് ചെയ്താൽ അവർ തന്നെ നിങ്ങൾക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്കുള്ള ഇൻ്റർവ്യൂവും നിങ്ങൾക്ക് കണ്ടക്ട് ചെയ്ത് തരും. അപ്പോൾ അതിന് വേറെ പ്രത്യേക ഇതൊന്നുമില്ല. നമുക്കിപ്പോൾ ഒരുപാട് IITR ന്യൂഡൽഹി സർവീസ് സോഴ്സ് എന്ന് പറയുന്ന ഏജൻറ്റ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഏജൻസികൾ ഡൽഹി ബേസ് ചെയ്ത് കൊച്ചി ഓഫീസിലുമായിട്ട് കോഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ ത്രൂ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങളോട് ആദ്യം ചോദിക്കുന്നത് നിങ്ങൾ HSE ഹോസ്പിറ്റലിലേക്കാണോ, പ്രൈവറ്റ് ആണോ, അല്ലെങ്കിൽ നഴ്സിംഗ് ഹോംസ് ആണോ നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്നതെന്നാണ് അവരോട് നിങ്ങളോട് ചോദിക്കുക. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ അവരോട് പറയുന്നത് ഏത് ഹോസ്പിറ്റലാണെന്നുള്ളതാണ്. അപ്പോൾ അവരത് ആ ഒരു ഇൻ്റർവ്യൂ
ആയിരിക്കും നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് തരിക. മോർ ദാൻ 2 years എക്സ്പീരിയൻസ് ഉണ്ട് നിങ്ങൾക്കെങ്കിൽ നിങ്ങൾ HSE ഹോസ്പിറ്റലിലേക്ക് പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം നിങ്ങളുടെ ജോലി സേഫാണ്, സെക്യൂറാണ്, നിങ്ങൾക്ക് എല്ലാ ബെനിഫിറ്റ്സും ലഭിക്കും. അങ്ങനെ ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട്. അതിന് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. HSEയുടെ ആനുകൂല്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടൊരു വീഡിയോ ഞാൻ വേറെ ചെയ്യാം. അപ്പോൾ ഞാൻ എപ്പോഴും നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾ HSE ഇത്രയും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഒരിക്കലും പ്രൈവറ്റിലേക്ക് പോകാതെ നിങ്ങൾ HSE ഹോസ്പിറ്റലിലേക്ക് തന്നെ സുഖമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി സ്പെഷ്യൽ സിനാരിയോയാണ് ഇപ്പോൾ HSEയിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ പ്രൈവറ്റ് ഹോസ്പിറ്റൽ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏത് ഏജൻസി മുഖേനയാണ് നിങ്ങൾ വരാൻ ശ്രമിക്കുന്നത് ആ ഏജൻറ്റിനോട് പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്കുള്ള ഇൻ്റർവ്യൂവും അവർ തന്നെ ശരിയാക്കി തരാം. അതിന് വേറെ വഴികളൊന്നുമില്ല, എല്ലാം ഏജൻസി ത്രൂ തന്നെയാണ് നടക്കുന്നത്. നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം. ചോദ്യം ചോദിച്ചിരിക്കുന്നത് ബിബിൻ ഫ്രാൻസിസ് എന്ന് പറയുന്ന ഐഡിയിൽ നിന്നാണ്. നല്ല ഏജൻസി പറയാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരുപാട് പേര് നമ്മുടെ അടുത്ത് കമൻറ്റിലൂടെയും ഇമെയിലിലൂടെയും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നേഴ്സുമാരുടെ റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്ന നല്ല ഏജൻസി സജസ്റ്റ് ചെയ്യാമോ, സ്പോർട്സ് വിസ ചെയ്യുന്ന നല്ല ഏജൻസി സജസ്റ്റ് ചെയ്യാമോ, നാട്ടിലുള്ളതാണെങ്കിലും പുറത്തുള്ളതാണെങ്കിലും ഒക്കെ. അപ്പോൾ എനിക്ക് അവരോടെല്ലാം പറയാനുള്ളത് സോറി, കാരണം എനിക്ക് ഒരു ഏജൻസിയുടെ പേരെടുത്ത് നിങ്ങളോട് സജസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. കാരണം എൻ്റെ വീഡിയോ കാണുന്ന ഒരുപാട് പേര് എന്നെ വിശ്വസിച്ചിട്ട് ചിലപ്പോൾ ആ ഏജൻസി മുഖാന്തരം ഏതെങ്കിലും രീതിയിൽ പ്രോസസ്സ് ചെയ്തിട്ട് അവർക്ക് എന്തെങ്കിലും ഡിഫോൾട്ട് സംഭവിച്ചാൽ അപ്പോൾ എനിക്കത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അപ്പം എൻ്റെ വീഡിയോ 100 പേരോ 1000 പേരോ കാണുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൽ ഒരുപാട് പേര് എന്നെ വിശ്വസിച്ച ആ ഏജൻസി മുഖാന്തരം എന്തെങ്കിലും ചെയ്തിട്ട് അവർക്ക് എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ട് വരാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഒരു രീതിയിലുള്ള ഒരു ഏജൻസിയുടെ പേരും എൻ്റെ വീഡിയോകളിലൊന്നും ഉൾപ്പെടുത്താത്തത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളതിനോട് ക്ഷമിക്കുക. ഒരുപാട് പേരെന്നോട് ആ ചോദ്യം ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. ഞാൻ പക്ഷേ ആ ഒരു ചോദ്യത്തിന് മാത്രം ഒരു രീതിയിലുള്ള പോസിറ്റീവ് കമൻസും നൽകാത്തത് ഇതുകൊണ്ടാണ്. കാരണം നമ്മുടെ നാട്ടിലുള്ള ഏജൻസികൾ ഒരുപാട് നല്ല ഏജൻസികളുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് ഗൂഗിൾ റിവ്യൂസ് എല്ലാം നോക്കി, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് പോയിട്ടുള്ളതും ടെലിഗ്രാം ഗ്രൂപ്പ്സിലെല്ലാം നോക്കിയിട്ട് നിങ്ങൾക്ക് ഇപ്പം ഞങ്ങൾ വന്ന ആ ഒരു ഏജൻറ്റ് നല്ലൊരു ഏജൻസിയാണ്. അപ്പോൾ അത് മാത്രമാണ് എനിക്ക് നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യാൻ സാധിക്കുന്നത്. സർവീസ് സോഴ്സ് എന്ന് പറയുന്ന ഒരു ഏജൻസിയാണത്. ഇവിടെ അയർലൻഡ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഏജൻസിയാണ്. അവർക്ക് കൊച്ചിയിലൊരു ഓഫീസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഏജൻസി മാത്രമാണ് എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കാരണം എൻ്റെ വൈഫ് സർവീസ് സോഴ്സ് മുഖാന്തരമാണ് ഇങ്ങോട്ട് വന്നത് HSE ഹോസ്പിറ്റലിലേക്ക്. അപ്പോൾ ആ ഒരു ഏജൻസി മാത്രമാണ് എനിക്ക് പേരെടുത്ത് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അവരിപ്പോഴും റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഏജൻസി നിങ്ങൾക്ക് തീർച്ചയായും നോക്കാവുന്നതാണ്. കാരണം നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടിയ ഒരു ഏജൻസിയാണ്. അപ്പോൾ അതുകൊണ്ട് വേറെ IITR അങ്ങനെ ഒരുപാട് ഏജൻസി ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് അയർലൻഡ് പ്രോസസ്സ്. പക്ഷേ അവരുടെ ഒന്നും എനിക്ക് വ്യക്തിപരമായിട്ട് ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ട് എനിക്ക് നിങ്ങൾക്കത് സജസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. പക്ഷേ ഒരുപാട് നല്ല ഏജൻസികൾ നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കണ്ടെത്തി ചെയ്യുന്നതാണ് നല്ലത്. അടുത്ത ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഹ്യൂമൺ VNM എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബ്രോ അഡാപ്റ്റേഷൻ ആയിരുന്നു, ഏപ്രിലിൽ കംപ്ലീറ്റ് ആയി, ക്രിട്ടിക്കൽ സ്കിൽ വർക്ക് പെർമിറ്റ് കിട്ടി, നൗ വെയിറ്റിംഗ് ഫോർ ദ IRP കാർഡ് അപ്പോയിൻമെൻറ്റ്. മൈ ക്വസ്റ്റ്യൻ ഈസ് ഫെബ്രുവരി ആയിരുന്നു ജോയിനിങ് ഡേറ്റ്, സ്റ്റിൽ ഐ എം ഗെറ്റിംഗ് ദ സ്റ്റാഫ് നഴ്സ്, ജനറൽ വെയിറ്റിംഗ് രജിസ്ട്രേഷൻ. HSE ഹോസ്പിറ്റലാണ്. As per them, it will take bit time to set up the correct salary scale. ഈ പേ സ്ലിപ്പ് വെച്ച് ജോയിൻറ്റ് ഫാമിലി വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആക്ച്വലി ഈ അഡാപ്റ്റേഷൻ്റെ ഒരു പ്രോബ്ലം അതാണ്. അത് ഒരു 3 മാസം വരെയൊക്കെ എടുത്ത് കംപ്ലീറ്റ് ആവുന്ന ഒരു പ്രോസസ്സാണ്, ഒരു ലോങ് പ്രോസസ്സാണ്. ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഒരു എക്സാമാണ്. അപ്പോൾ അതൊരു ദിവസം കൊണ്ട് ആ എക്സാം എഴുതിയാൽ ആ എക്സാം കഴിഞ്ഞു. അടുത്ത ചൊവ്വാഴ്ച ദിവസം ശനിയാഴ്ച എക്സാം കഴിഞ്ഞാൽ ചൊവ്വാഴ്ച അതിൻ്റെ റിസൾട്ട് വരും, നമുക്ക് നേരെ ജോലിക്ക് കയറാം. പക്ഷേ അഡാപ്റ്റേഷൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് അവർ ഈച്ച് ആൻഡ് എവറിത്തിങ് ഒരു പ്രിസെപ്റ്ററുടെ കൂടെ കൊണ്ടുപോയി അവരെല്ലാ കാര്യങ്ങളും പരിചയപ്പെടുത്തി പഠിപ്പിച്ച് ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് കംപ്ലീറ്റ് ആയതിന് ശേഷം മാത്രമേ നിങ്ങളുടെ ഇവാലുവേഷൻ കഴിഞ്ഞ് നിങ്ങൾക്കൊരു രജിസ്ട്രേഷൻ കിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സാലറി സ്കെയിൽ എപ്പോഴും ജനറൽ സ്കെയിലായിരിക്കും. ഓക്കെ, നിങ്ങളുടെ
ഈ ഒരു അഡാപ്റ്റേഷൻ പ്രോഗ്രാം കഴിഞ്ഞ് നിങ്ങൾ എപ്പോഴാണോ രജിസ്റ്റേർഡ് നേഴ്സ് ആവുന്നത് അപ്പം മുതലായിരിക്കും നിങ്ങൾക്ക് ആ ആറിൻ്റെ ഗ്രേഡിലുള്ള സാലറി കിട്ടിത്തുടങ്ങുക. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ക്രിട്ടിക്കൽ സ്കിൽസ് പെർമിറ്റ് കിട്ടിയെന്നാണ് നിങ്ങൾ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത്രയും വെയിറ്റ് ചെയ്തു. നിങ്ങൾക്ക് നിങ്ങളുടെ ആറിൻ്റെ സ്റ്റാഫിൻ്റെ രജിസ്റ്റേർഡ് നേഴ്സായിട്ടുള്ള സാലറി കിട്ടിത്തുടങ്ങിയതിന് ശേഷം നിങ്ങൾ ഫാമിലി വിസ അല്ലെങ്കിൽ സ്പോർട്സ് വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് നീതു എബ്രഹാം എന്ന് പറയുന്ന ഒരു ഐഡിയിൽ നിന്നാണ്. ബ്രദർ, മൈ ക്വസ്റ്റ്യൻ ഈസ് അബൌട്ട് PCC. I had worked in Saudi and got PCC when resigned from there. Now for Ireland processing, is that PCC is enough or do I need to get the new one? ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോയിൽ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് PCCയെ കുറിച്ച്. നിങ്ങൾ ഏതൊരു രാജ്യത്ത്, ഇന്ത്യക്ക് പുറത്തല്ല, ഏതൊരു രാജ്യത്തും നിങ്ങൾ മോർ ദാൻ 6 months 6 മാസത്തിൽ കൂടുതൽ നിങ്ങൾ ഏതെങ്കിലും ഒരു രാജ്യത്ത് താമസിച്ചിട്ടുണ്ടോ, വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതാത് രാജ്യങ്ങളിൽ നിന്നുള്ള PCC അയർലൻഡ് പ്രോസസ്സിന് നിർബന്ധമാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ സൗദിയിൽ വർക്ക് ചെയ്തിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്, മുമ്പ് അവിടെ നിന്നുള്ള PCC എടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സൗദിയിലെ PCCയും 6 മാസം അല്ലെങ്കിൽ 1 year ആയിരിക്കും വാലിഡിറ്റി എന്നാണ് ഞാൻ മനസ്സിലാക്കുക. പ്രോസസ്സിങ് ചെയ്യുന്നെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എത്ര നാൾക്ക് മുമ്പാണ് സൗദിയിൽ നിന്ന് PCC എടുത്തിട്ടുള്ളതെന്ന് അദ്ദേഹം മെൻഷൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അതിൻ്റെ എക്സ്പയർ കഴിഞ്ഞതാണോ എന്ന് അറിയില്ല. ഒരുപാട് നാൾക്ക് മുമ്പ് 1-2 വർഷങ്ങൾക്ക് മുമ്പാണ് നിങ്ങൾ റിസൈൻ ചെയ്ത് വന്നിട്ടുള്ള സമയത്താണ് നിങ്ങൾ ഈ PCC എടുത്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾ റീസെൻ്റ്ലി അവിടുത്തെ PCC അപ്ലൈ ചെയ്ത് എടുക്കേണ്ടത് ആവശ്യമാണ്. ഓക്കെ, ഇനി നിങ്ങൾ റീസെൻ്റ്ലി ലെസ് ദാൻ 6 monthsനുള്ളിലാണ് നിങ്ങൾ സൗദിയിൽ നിന്ന് PCC എടുത്ത് നാട്ടിലേക്ക് വന്നിട്ടുള്ളതെങ്കിൽ, നിങ്ങളിപ്പോൾ നാട്ടിലുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, അപ്പോൾ നിങ്ങൾക്ക് റീസെൻ്റ്ലി ആണ് എടുത്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് ആ PCC വെച്ച് തന്നെ നിങ്ങളുടെ അയർലൻഡ് പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ഓക്കെ, അല്ല ഇനി ഒരുപാട് നാൾക്ക് മുമ്പാണ് നിങ്ങൾ ആ സൗദിയിൽ നിന്ന് വന്നിട്ടുള്ളത്, ആ PCC മിക്കവാറും എക്സ്പയർ ആയിട്ടുണ്ടാവും. എല്ലാ രാജ്യങ്ങളിലും PCCയും എക്സ്പയറി ഉള്ളതാണ്. നമ്മുടെ ഇന്ത്യയിൽ, നമ്മുടെ കേരളത്തിൽ നിന്ന് എടുക്കുന്ന PCCക്ക് 6 മാസമാണ് വാലിഡിറ്റി. അതുപോലെ തന്നെ എല്ലാ രാജ്യത്തും ഒരു ടൈം പീരീഡ് കഴിഞ്ഞാൽ അത് എക്സ്പയർ ആവും. അപ്പോൾ ലേറ്റസ്റ്റ് 6 months ആണ് എപ്പോഴും അവർ PCC ആവശ്യപ്പെടുന്നത് അയർലൻഡിലേക്കുള്ള പ്രോസസ്സിന്. അപ്പോൾ ആ ഒരു എടുത്തിരിക്കുന്ന സമയം നിങ്ങൾ പറയാത്തത് കൊണ്ട് എനിക്കതിൽ വ്യക്തത വരുത്താൻ സാധിക്കില്ല. ശ്രുതി ശ്രീ എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്ന് 2 ചോദ്യം ചോദിച്ചിരിക്കുന്നുണ്ട്. 2 ചോദ്യവും റിലേറ്റ് ചെയ്യുന്നത് ഒരു ഇതിലേക്കാണ്. അപ്പോൾ ഞാനൊരു ചോദ്യം ആദ്യം വായിക്കാം. ബ്രോ, അയർലൻഡ് ഡെൻ്റൽ രജിസ്ട്രേഷൻ എക്സാമിൻ്റെ ഒരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചിരിക്കുന്നത്. അത് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നതാണ്. തീർച്ചയായിട്ടും ഞാൻ ഡെൻ്റൽ രജിസ്ട്രേഷൻ്റെ ഒരു വീഡിയോ എൻ്റെ ചാനലിൽ ഞാൻ ഉടനെ തന്നെ ചെയ്യുന്നതാണ്. ഓക്കെ ബ്രോ, അയർലൻഡ് ഒരു കെയറായിട്ട് കയറിയാൽ ഡെൻ്റൽ രജിസ്ട്രേഷൻ എക്സാം എഴുതുമ്പോൾ എക്സ്പീരിയൻസ് കാര്യം പ്രശ്നമാവുമാണ്. അപ്പോൾ എനിക്ക് ഈ ഡെൻ്റൽ രജിസ്ട്രേഷൻ, ഡെൻ്റൽ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ എനിക്ക് കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുള്ളത് കൊണ്ട് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ ആൻസർ ചെയ്യുന്നില്ല. ഞാനപ്പോൾ ഉടനെ തന്നെ ഡെൻ്റൽ രജിസ്ട്രേഷൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാൻ വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ച് പറയുന്നതാണ്. അടുത്തൊരു ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഏഞ്ചൽ ജസ്റ്റിൻ എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്നാണ്. ഹായ് ബ്രദർ, ഞാനിപ്പോൾ MOH ഒമാനിലെ ഒരു ക്ലിനിക്കാണ് വർക്ക് ചെയ്യുന്നത്. അയർലൻഡ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു. ഏജൻസിക്കാർ എന്നോട് പറഞ്ഞു ഇൻ്റർവ്യൂ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കുമെന്ന്. ഇവിടെ നിന്ന് ട്രാൻസ്ഫർ കിട്ടില്ല ഹോസ്പിറ്റലിലോട്ട് മാറാനായിട്ട്. സോ എനിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നോർമലി നഴ്സിംഗ് ഹോം അല്ലെങ്കിൽ ക്ലിനിക്കിലൊക്കെ വർക്ക് ചെയ്തവർക്ക് ഹോസ്പിറ്റലിലേക്ക് കിട്ടുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം ബെഡ് കപ്പാസിറ്റി നോക്കിയിട്ടാണ് ഇവിടുത്തെ ഹോസ്പിറ്റലിലേക്ക് സ്റ്റാഫിനെ അവർ റിക്രൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഏജൻസിക്കാരങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നത് വാലിഡായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ബെറ്റർ ഹോസ്പിറ്റലിലേക്ക് മാറാൻ വേണ്ടി ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടുത്തെ ഏതെങ്കിലും ഒരു നഴ്സിംഗ് ഹോമിലേക്ക് നിങ്ങൾ വന്നതിന് ശേഷം 2 വർഷം പൂർത്തിയാക്കി നിങ്ങൾക്ക് ഇവിടുത്തെ HSC ഹോസ്പിറ്റലിലേക്ക് മാറാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ജോലി കിട്ടില്ല എന്നുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഇനീഷ്യലി നിങ്ങൾ അവിടെ നിന്ന് തന്നെ വരുന്ന സമയത്ത് ചിലപ്പോൾ HSC ഹോസ്പിറ്റലിലേക്കോ അല്ലെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്കോ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ കിട്ടാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ബെറ്റർ നിങ്ങൾ ഇപ്പോൾ ഇവിടെ അയർലൻഡ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത സ്ഥിതിക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് ഏതാണോ ഇൻ്റർവ്യൂ അത് അറ്റൻഡ് ചെയ്ത് നിങ്ങൾ ഇവിടെ എത്തുക എന്നുള്ളതാണല്ലോ പ്രയോറിറ്റി. ഇവിടെ എത്തിയതിന് ശേഷം നിങ്ങൾക്ക് 2 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ സ്റ്റാംഫോർഡിലേക്ക് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ പ്രൈവറ്റിലോ അല്ലെങ്കിൽ HSC ഹോസ്പിറ്റലിലേക്കോ നിങ്ങൾക്ക് സുഖമായിട്ട് സ്വിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വറി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ അവരോട് പറയുക ഏതാണോ എനിക്ക് സ്യൂട്ടായിട്ട് ഇപ്പോൾ വരുന്നത് ആ ഇൻ്റർവ്യൂ ഓപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൽ ഗുഡ് ഡിസിഷൻ. ഓക്കെ, എൻ്റെ ഈ വീഡിയോയിൽ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ചോദിച്ച എല്ലാവരോടും ഒരുപാട് നന്ദി. അപ്പോൾ ഉത്തരങ്ങളെല്ലാം നിങ്ങൾക്ക്
ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ചോദിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകളുടെ താഴെ കമൻ്റായിട്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ കൊടുത്തിരിക്കുന്ന ഇമെയിൽ മുഖാന്തരം എൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ്. അതുമല്ലെങ്കിൽ മിസ്റ്റർ ബഡി വ്ളോഗ്സ് എന്ന് പറയുന്ന എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ട് എല്ലാവർക്കും ഒരുപാട് നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടുതൽ പേരിലേക്ക് എൻ്റെ വീഡിയോകൾ എത്തിക്കാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കാതെ ഇരിക്കുക. പുതിയ ഒരു വീഡിയോയുമായി എത്രയും വേഗത്തിൽ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.